ഹലോ എവ്രി വൺ. സോ നമ്മൾ ഇന്നിവിടെ 2026 IIT JAM ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റെസ്പോൺസ് ഷീറ്റ് എല്ലാവർക്കും വന്നു. സോ വിൽ ബി ട്രൈങ് ടു സോൾവ് ദി ഇനോർഗാനിക് ക്വസ്റ്റ്യൻസ് ഓഫ് 2026 IIT JAM. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഇനോർഗാനിക് ക്വസ്റ്റ്യൻ ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3, ദാറ്റ് ഈസ് the metal that is used as a catalyst in the synthesis of CH3 twice SiCl2 in Rocco-Muller process. So options ആയിട്ട് നമുക്കുള്ളത് zinc, iron, copper and tin. Okay, so first of all ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം we have to know what is this Rocco-Muller process. സോ റോക്കോ-മുള്ളർ പ്രോസസ്സിൽ ഉള്ള ആ കാറ്റലിസ്റ്റ് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആസ് യു ക്യാൻ സീ ഹിയർ so this is the reaction scheme or the reaction which is happening in Rocco-Muller process. So Rocco-Muller process എന്ന് പറയുന്നത് മീഥൈൽ ക്ലോറോസിലൈൻസിന്റെ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ് ആണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ കെമിക്കൽ റിയാക്ഷൻ ആണ് റോക്കോ-മുള്ളർ പ്രോസസ്. സോ ഇവിടെ തന്നിട്ടുള്ള സിലിക്കൺ പ്ലസ് 2CH3Cl with in the presence of copper, you have to clearly mention the temperature range as well. 550 to 600 Kelvin will be resulting in CH3 twice SiCl2. ഓക്കെ, ഇവിടെ ഈ കോപ്പറിനെ നമ്മൾ സീക്രട്ട് സോഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ദറ്റ് സീക്രട്ട് സോഴ്സ് ആക്ച്വലി എന്തിനാണ്, അതിന്റെ പർപ്പസ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ദിസ് സിലിക്കോൺ വിച്ച് ഇസ് പ്രസന്റ് ഹിയർ ഇസ് ആക്ച്വലി കൈൻഡ് ഓഫ് റിലേറ്റീവ്ലി അൺറിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സോ നമ്മൾ കോപ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഫോം ആൻ ഇന്റർമീഡിയേറ്റ് വിത്ത് സിലിക്കോൺ വിൽ ബി ഫോമിങ് കോപ്പർ സിലിസൈഡ്. സോ ദിസ് ഈ കോപ്പർ സിലിസൈഡിൽ നിന്നുമാണ് നമ്മൾ മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യപ്പെടുന്നത്. സോ ദിസ് കോപ്പർ സിലിസൈഡ് ഇസ് ദാറ്റ് അലൗസ് മീഥൈൽ ഗ്രൂപ്പ് ടു ട്രാൻസ്ഫർ ഓൺ ടു ദ സിലിക്കൺ ആറ്റം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്റർമീഡിയറ്റിലോട്ടാണ് നമ്മളുടെ സിലിക്കൺ ആറ്റം കയറി പിടിക്കുന്നത്. സോ ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പർ ഇസ് ആക്ച്വലി ഫോമിങ് ആൻ ഇന്റർമീഡിയേറ്റ് വിച്ച് ഇസ് കോൾഡ് കോപ്പർ സിലിസൈഡ് which is actually leading to the final product formation. So option C ആണ് കോപ്പർ ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. Okay, now question number 5, the major product formed from the reaction between B2H6 diborane and 2 equivalents of ammonia at 300 degrees Celsius. സോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചർ ആണ്. കാരണം ഡൈബോറൈഡിൽ നമ്മൾ റിയാക്ടിവിറ്റി വിത്ത് അമോണിയ ഇസ് വേരിയിങ് വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ മാറുന്ന ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ആണ് ഡൈബോറൈൻ സിസ്റ്റം. സോ ഇവിടെ B2H6 അമോണിയ 2 ഈക്വലൻസ് ഓഫ് അമോണിയ ആണ്. സോ 1:2 റേഷ്യോയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ വിച്ച് വിൽ ബി റിയാക്ടിങ്. ഓക്കെ, 200 ടു ഒരു 450 റേഞ്ചിലുള്ള ഒരു ടെമ്പറേച്ചർ, 300 ആണ് തന്നിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് എ ഹൈ ടെമ്പറേച്ചർ. സോ ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടുന്നത് ബോറസീൻ ആണ്. ഓക്കെ, ബോറസീൻ വിത്ത് ഹൈഡ്രജൻ എവല്യൂഷൻ. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. എന്തുകൊണ്ട് ഓപ്ഷൻ 1, 2 and 4 അല്ല? 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ട് 1, 2 and 4 അല്ല എന്നുള്ളതിനുള്ള ആൻസറും കൂടെ ഇവിടെ ഉണ്ട്. ഓപ്ഷൻ 1ഉം 2ഉം ആവണമെന്നുണ്ടെങ്കിൽ, അതായത് BH4ന്റെ ലിബറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അറ്റ് ലോ ടെമ്പറേച്ചർ. ഓക്കെ, ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു BH4 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസോസിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് അഡക്ട് ഫോർമേഷൻ. ഓക്കെ, 4ലുള്ള BH3.NH3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അഡക്ട് ഫോർമേഷൻ റൂം ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ലോ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടെമ്പറേച്ചർ റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ആണ് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൈ ടെമ്പറേച്ചർ ആണ്. സോ ആൻസർ ഇസ് ബോറസീൻ, ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the molecule that has only one lone pair of electron on xenon is. അപ്പോൾ xenon ഒരു എന്താ പറയാ
നോബൽ ഗ്യാസ് ആണ്. സോ 8 ഉണ്ടാവും. സോ നമുക്ക് വരച്ചു നോക്കാം. ഇപ്പൊ ഞാൻ ഓപ്ഷൻ ബി ആണ് വരയ്ക്കുന്നത്. സോ ഓക്സിജൻ ഓൾവേസ് ഫോം ഡബിൾ ബോൺസ് അല്ലെ. ദെൻ 2 ഫ്ലൂറിൻ. സോ ദിസ് ഇസ് എ ലോൺ പെയർ അല്ലെ, ഒരു ലോൺ പെയർ ആണുള്ളത്. സോ XeO2F2 ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ 1 ലോൺ പെയർ ആണ്. അപ്പൊ 2 ഇലക്ട്രോണുകൾ ചേർന്നിട്ടുള്ള ഒരു ലോൺ പെയർ. സോ ഓപ്ഷൻ 2 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Okay, the correct pair which both complexes ion show the ground state electronic degeneracy. So what you mean by electronic degeneracy? Electronically degenerate ആവണമെന്നുണ്ടെങ്കിൽ ഓർബിറ്റൽ കോൺഫിഗറേഷൻ, അതായത് അവരുടെ ഓർബിറ്റൽ കോൺഫിഗറേഷനിലുള്ള ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് അസിമെട്രിക്കൽ ആയിരിക്കണം. ഒരു അസിമെട്രിക്കൽ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ പെർട്ടിക്കുലർ ഗിവൺ ഓർബിറ്റൽ ലീഡിങ് ടു ഇലക്ട്രോണിക് ഡീജനറസി. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. അപ്പൊ ഓരോന്നിന്റെയും എന്താ പറയാ, രണ്ടും ഇലക്ട്രോണിക് ഡീജനറേറ്റ് ആയിട്ടുള്ള ആൾ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ 3 നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ടൈറ്റാനിയം 2+. ഓക്കെ, അതുപോലെ ഇവിടെ മാംഗനീസ് 3+. ശരിയല്ലേ? ഇവരുടെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതൊരു ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. മാംഗനീസ് 3+ല് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ T2G ഓർബിറ്റൽ കോൺഫിഗറേഷൻ ആയിരിക്കും നിങ്ങൾ എഴുതുക. T2G, അപ്പോൾ ടൈറ്റാനിയം 2+ എന്ന് പറയുമ്പോൾ D1 കോൺഫിഗറേഷൻ. സോ ദിസ് ഇസ് അസിമെട്രിക്കലി ഫിൽഡ് T2G ഓർബിറ്റൽ. ഓക്കെ, അതേപോലെ Mn3+ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് 25 ആറ്റമിക് നമ്പർ. അപ്പൊ നമ്മൾ 3 ഇലക്ട്രോൺ പോകുന്നു. സോ D4 കോൺഫിഗറേഷൻ, ലോ സ്പിൻ. ഓക്കെ, ഇതും അസിമെട്രിക്കലി ഫിൽഡ് ആണ്. അപ്പോൾ ഈ 2 എണ്ണമാണ് ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് ആയിട്ടുള്ള സിസ്റ്റം. നിങ്ങൾ ബാക്കിയുള്ള കോംപ്ലക്സുകളുടെ കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം സിമെട്രിക്കലി ഫിൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ യാൻ ടള്ളർ ഡിസ്റ്റോഷൻ, അതായത് ഡൈനാമിക് യാൻ ടള്ളർ ഡിസ്റ്റോഷൻ കാണിക്കുന്ന T2Gയിൽ അസിമെട്രിക്കലി ഉള്ള ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ വഴി ഉണ്ടാവുന്ന ക്രൈറ്റീരിയ ആണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, T2Gയിലുള്ള അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ, that is what we call electronic degeneracy. സോ നമ്മളുടെ ഓപ്ഷൻ 3 ആണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, the ligand to metal charge transfer transition energy of the given ions follows the order. അപ്പോൾ LMCT, ligand to metal ചാർജ് ട്രാൻസ്ഫറിന്റെ ട്രാൻസിഷൻ എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. സോ ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാത്തിലും ഓക്സിജൻ ആണ് അവിടെ ലിഗാൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ടു മെറ്റലിന്റെ ഒരു പെർട്ടിക്കുലർ ഡി ഓർബിറ്റൽ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ക്രോമിയം മോളിബ്ഡിനം ടങ്സ്റ്റൺ, ഇത് ക്രോമിയം മോളിബ്ഡിനം ടങ്സ്റ്റൺ, ഇത് സെയിം ഗ്രൂപ്പിലുള്ള ആളുകളാണ് അല്ലെ. അപ്പോ ഈ ഒരു കേസിൽ, അതായത് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ലിഗാൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു, മെറ്റൽ ഇലക്ട്രോൺ മേടിക്കുന്നു അല്ലെ. അപ്പോൾ മെറ്റൽ അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ലിഗാൻഡ് അവിടെ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോ ലിഗാൻഡ് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടു, മെറ്റൽ റിഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇവിടെ ഇവരെല്ലാം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെ പോകുന്ന ആളുകളാണ് അല്ലെ. ക്രോമിയം എന്ന് പറയുമ്പോൾ D6 കോൺഫിഗറേഷൻ വരുന്ന ആളുകളാണ്. സോ ഇതില് ടങ്സ്റ്റണിനെ റിഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ്. ഓക്കെ, കമ്പാരറ്റീവ് ടു ക്രോമിയം. അപ്പോൾ ടങ്സ്റ്റണിനെ റിഡ്യൂസ് ചെയ്യാനാണ് നല്ല എനർജി ആവശ്യം വരുന്നത്. മനസ്സിലായോ? സോ ദ ഹൈ എനർജി കറസ്പോണ്ട് ടു ഷോർട്ടർ വേവ് ലെങ്ത്. ഹൈ എനർജി എന്ന് പറഞ്ഞാൽ ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. സോ ഏറ്റവും കൂടുതൽ എനർജി, അതായത് ട്രാൻസിഷൻ എനർജി ആണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഓപ്ഷൻ 4 ആണ്. ടങ്സ്റ്റണിനെ റിഡ്യൂസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്.
ദെൻ മോളിബ്ഡിനം, ദെൻ ക്രോമിയം. കാരണം അതിന്റെ ഡി ഓർബിറ്റൽ എവിടെയാന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആദ്യത്തേത് 3D സീരീസ്, ദെൻ 4D സീരീസ്, ദെൻ 5D സീരീസ്. പ്രിൻസിപ്പൽ നമ്പർ കൂടുവാണെന്നുണ്ടെങ്കിലും ദ ഡി ഓർബിറ്റൽസ് ആർ മച്ച് ബറീഡ് ഇൻസൈഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഒരു ഇലക്ട്രോൺ കയറി നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലെസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ റിഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് വെൻ കംസ് ഡൗൺ ദ ഗ്രൂപ്പ്. Okay, so this is all about question number 17. The answer is number 4, option number 4. Clear ആണെന്ന് വിചാരിക്കുന്നു. Okay. Okay. Yes. അടുത്ത question number 21 ആണ്. Which shows lowest molar extinction coefficient. Okay. അപ്പൊ നമുക്ക് 4 ഡിഫറെന്റ് കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. അതിൽ ലോവസ്റ്റ് മോളാർ എക്സ്റ്റിങ്ഷൻ കോയിഫിഷ്യന്റ്. അപ്പൊ മോളാർ എക്സ്റ്റിങ്ഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് നമ്മളുടെ അബ്സോർപ്ഷനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അബ്സോർപ്ഷൻ, എമിഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, തിങ്ക് ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനെ കുറിച്ചാണ്? നമ്മളുടെ സെലക്ടിവിറ്റി, റൂൾ ഓഫ് സെലക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമില്ലേ? അതായത് ലെപ്പോർട്ടെ സെലക്ഷൻ റൂൾ ആസ് വെൽ ആസ് സ്പിൻ സെലക്ഷൻ റൂൾ. ഈ 2 കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. സോ നിങ്ങളുടെ ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ 1 എന്ന് പറയുന്നത് ഒരു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഓക്കെ, ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് വിത്ത് നിക്കൽ ഹാസ് എ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് അതിന് എന്തില്ല? ലെപ്പോർട്ടെ സെലക്ഷൻ നോക്കണ്ട, കാരണം അതിന് സെന്റർ ഓഫ് സിമെട്രി ഇല്ല. റെഡി അല്ലേ? അപ്പോ ദർ ഈസ് നോ സെന്റർ ഓഫ് സിമെട്രി. അപ്പോ ലെപ്പോർട്ടെ അലൗഡ് ആണ് അവിടെ. ഓക്കെ, അപ്പൊ ലെപ്പോർട്ടെ അലൗ ആയി കഴിഞ്ഞാൽ അതിന് ഹയർ മോളാർ എക്സ്റ്റിങ്ഷൻ കോയിഫിഷ്യന്റ് ആയിരിക്കും. രണ്ടാമത്തേതായിട്ടുള്ള കോംപ്ലക്സും ഒരു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. അതും ലെപ്പോർട്ടെ അലൗഡ് ആണ്. ദർ ഈസ് നോ സെന്റർ ഓഫ് സിമെട്രി, therefore it is ലെപ്പോർട്ടെ അലൗഡ്, ഹയർ മോളാർ എക്സ്റ്റിങ്ഷൻ കോയിഫിഷ്യന്റ്. ദെൻ മൂന്നാമത്തെ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. നാലാമത്തേതും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഇനി അവരുടെ രണ്ടുപേരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിക്കേ. മൂന്നാമത്തെ കോംപ്ലക്സിൽ ക്രോമിയം SO4 3- അല്ലെ? അവിടെ ക്രോമിയം 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഓക്കെ, ദെൻ താഴെ വരുന്ന മാംഗനീസിന്റെ കേസിൽ വരുന്ന സമയത്ത് ക്രോമിയം 2+, ക്രോമിയം യെസ്. ദെൻ മാംഗനീസിന്റെ കേസിൽ വരുന്ന സമയത്ത് Mn2+. ഇവർ രണ്ടുപേരും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളാണ്. ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ എന്തായാലും ലെപ്പോർട്ടെ ഫോർബിഡന്റ് ആണ്. കാരണം അവിടെ സെന്റർ ഓഫ് സിമെട്രി ഉണ്ട്. താഴെ T2G ആണ്, മുകളിൽ ഈ G ആണ്. സോ G to G ട്രാൻസിഷൻ അലൗഡ് അല്ല. ഇനി നിങ്ങൾ നോക്കൂ, മാംഗനീസിൽ Mn2+ എന്ന് പറഞ്ഞാൽ D5 സ്റ്റേറ്റ് ആണ്. D5 ഹൈ സ്പിൻ. അപ്പോ താഴെ T2Gയിൽ 1 2 3 4 5. ഓക്കെ, സിമെട്രിക്കലി ഫിൽഡ് ആണ്. അപ്പോ ഈ മാംഗനീസ് H2O 6 times SO4 2- എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിസ്റ്റത്തിനായിരിക്കും സ്പിൻ ഫോർബിഡന്റും ആയിരിക്കുക. ഓക്കെ, മറ്റേ ആൾക്ക് സ്പിൻ അലൗഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓപ്ഷൻ 4 മാംഗനീസിനായിരിക്കും. മാംഗനീസിന്റെ കോംപ്ലക്സ് ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് മോളാർ എക്സ്റ്റിങ്ഷൻ കോയിഫിഷ്യന്റ് ഉള്ള ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് question number 22. The correct order of bond length. Okay, correct order of bond length between carbon and oxygen atoms in the metal carbonyls. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 3 കാർബണിൽ കോംപ്ലക്സുകളാണ് തന്നിട്ടുള്ളത്. ഒന്ന് നിക്കൽ, ദെൻ അയേൺ, കൊബോൾട്ട്. അയേണിന് ഒരു 2- ചാർജ് ഉണ്ട്, കൊബോൾട്ടിന് ഒരു - ചാർജ് ഉണ്ട്. ഓക്കെ, കാർബണിൽ ഒരു ന്യൂട്രൽ അയേൺ ആയിട്ടുള്ളത് കൊണ്ട് ഇവരുടെ എല്ലാം ചാർജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്കൽ അവിടെ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും, അയേൺ അവിടെ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും, കൊബോൾട്ട് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താ? മെറ്റൽ ടു ലിഗാൻഡ് ബാക്ക് ബോണ്ടിങ് നടക്കുവാണെങ്കിൽ, ഓക്കെ, മെറ്റൽ ടു ലിഗാൻഡ് ബാക്ക് ബോണ്ടിങ് നടന്നു കഴിഞ്ഞാൽ, അതായത് M2 ലിഗാൻഡ് ബാക്ക് ബോണ്ടിങ് നടന്നു കഴിഞ്ഞാൽ ഈ ലിഗാൻഡ് ആണ് കാർബണിൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? CO ബോണ്ട് വീക്കൻ ആവും.
ശരിയല്ലേ? അപ്പോ മെറ്റലിലേക്കുള്ള ബാക്ക് ബോണ്ടിങ് നടക്കാനുള്ള സാഹചര്യം എപ്പോഴൊക്കെയാണ്? ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹയർ ചാർജ് ഡെൻസിറ്റി ആൻഡ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്കാണ് മെറ്റലിന് തിരിച്ച് ബാക്ക് ബോണ്ടിങ് നടക്കാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും നോക്കിയേ, അയേണിന് നെഗറ്റീവ് ചാർജ് വരുന്നത് ആണ്, നെഗറ്റീവ് അക്യുമുലേഷൻ ഉണ്ട്. അപ്പൊ അത് വേഗം ആ ചാർജ് കുറയ്ക്കാനായിട്ട് എന്ത് സംഭവിക്കും? ബാക്ക് ബോണ്ടിങ് നടത്തും. ദെൻ -1 ചാർജ് വരുന്നത് കൊബോൾട്ടിനാണ്. ദെൻ 0 ചാർജ് വരുന്നത് നിക്കലിനാണ്. സോ ഓപ്ഷൻ 3 ആണ് നിങ്ങളുടെ ഉത്തരം. അപ്പോൾ ബാക്ക് ബോണ്ടിങ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി CO ബോണ്ടിന്റെ ലെങ്ത് കുറയും. ഓക്കെ, അതായത് CO ബോണ്ട് സ്ട്രെങ്ത് കുറയും. സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ലെങ്ത് കൂടും. ശരിയല്ലേ? അപ്പൊ ഏറ്റവും ലെങ്തൻ ആയിട്ടുള്ള ബോണ്ട് ഉള്ളത് Fe അയോണിന്റെ കോംപ്ലക്സിനായിരിക്കും, രണ്ടാമത് കൊബോൾട്ടിന്റെ, മൂന്നാമത് നിക്കലിന്റെ. മനസ്സിലായോ? ബാക്ക് ബോണ്ടിങ് സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ CO സ്ട്രെങ്ത് കുറയും, സ്ട്രെങ്ത് കുറഞ്ഞാൽ ബോണ്ട് ലെങ്ത് കൂടും. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ബാക്ക് ബോണ്ടിങ് നടക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത് COയ്ക്ക് കാണപ്പെടുക. ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ആൻസർ 3 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ ടി ഷേപ്പ് വരുന്ന സ്പീഷീസ് ഏതാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 25. ഇത് നമ്മൾ BSEPR തിയറി പ്രകാരം നമുക്ക് അറിയുന്നതാണ്. BRF3 എന്ന് പറയുമ്പോൾ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി വരുന്ന സാധനമാണത്. ബ്രോമിൻ. ഓക്കെ, ഇതില് 1 2 1 2 3 4 5 6 7. ഓക്കെ, അപ്പൊ ഇതില് ഫ്ലൂറിൻ 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 ഇവര് 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ ഇവര് ലോൺ പെയർ ആയിട്ട് നിൽക്കും. ബാക്കി ഷേപ്പ് എന്ന് പറയുന്നത് ടി ഷേപ്പ് ആണ്. ജോമെട്രി ട്രൈഗണൽ ബൈപിരമിഡൽ. സോ ഓപ്ഷൻ 2 ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഏതിനാണ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് എന്നുള്ളതാണ്. ലിഥിയം ബ്രോമൈഡ്, മെഗ്നീഷ്യം, സോഡിയം ബ്രോമൈഡ് ഇവരെല്ലാവരും അയണിക് കോമ്പൗണ്ടുകളാണ്. ഓക്കെ, അയണിക് കോമ്പൗണ്ടുകൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് കുറച്ച് എന്താ പറയുക ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആളുകളാണ്. അപ്പോൾ നമ്മളുടെ അലുമിനിയം ട്രൈ ബ്രോമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ് ഒരു ലാർജ് കോവലൻ നേച്ചർ ഉള്ളത്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു ദാറ്റ് പെർട്ടിക്കുലർ റൂൾ അലുമിനിയം ബ്രോമൈഡിനാണ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ബിക്കോസ് ഓഫ് ഹാവിംഗ് കോവലൻസി. ഫെജാൻസ് റൂൾ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഫെജാൻസ് റൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, then we are going to the multiple selective questions. The correct statement or statements for graphite is or are: graphite is a good thermal conductivity, അല്ലേ? കാരണം sp2 hybridization ആണ് ഗ്രാഫൈറ്റിന്, ഡയമണ്ടിന് sp3 ആണ്. സോ വാക്കന്റ് ആയിട്ടുള്ള p orbital is allowed to have conductivity. Each carbon atom in graphite is sp hybridized. സോ അത് തെറ്റാണ്. sp2 നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കന്റ്. ഇതൊരു ഷീറ്റ് ആയിട്ടുള്ളത് കൊണ്ട് ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ദ കറക്റ്റ് ഓപ്ഷൻസ് ആർ 1 3 and 4. Okay, next one, question number 36. Choose the correct statement with regard to the complexometric titration of nickel H2O 6 times 2 plus with a complexing agent Na2H2EDTA using a suitable indicator under basic condition. അപ്പോൾ ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ളതാണ്. ദ സ്റ്റോഷിയോമെട്രി ഓഫ് നിക്കൽ ആൻഡ് EDTA അയോൺസ് ഇൻ ദ മെറ്റൽ കോംപ്ലക്സ് ഫോംഡ് ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് കോംപ്ലക്സിംഗ് ഏജന്റ് ഇസ് 1:1. ഒബ്വിയസ്ലി, കാരണം EDTA ഒരു ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ 1:1 റേഷ്യോയിൽ പോയാൽ മതി നമുക്ക്. സോ ഇറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. Binding constant for the complex formed between metal ion and complex agent is higher than the complex formed between metal ion and indicator. That is the principle for metal EDTA complex. Okay, proper ആയിട്ടുള്ള ഒരു മെറ്റൽ ഇൻഡിക്കേറ്റർ ആയി നടക്കണമെന്നുണ്ടെങ്കിൽ മെറ്റൽ കോംപ്ലക്സ്, മെറ്റൽ ലിഗാൻഡ് കോംപ്ലക്സിന്റെ ബൈൻഡിങ് എനർജി ആയിരിക്കണം സ്ട്രോങ്. ഓക്കെ, rather than the metal indicator complexes. So option 2 is also correct.
സോ 1:1 റേഷ്യോ എന്ന് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ 1:3 റേഷ്യോ എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഇൻകറക്റ്റ്. ദ കറക്റ്റ് ചോയ്സ് ഓഫ് ഇൻഡിക്കേറ്റർ ഇസ് ഫിനോഫ്തലിൻ. ഒരിക്കലും അല്ല നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താ പറയാ മെറ്റലോക്രോമിക് ഇൻഡിക്കേറ്റർ ആയിരിക്കണം, അല്ലാതെ ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആവരുത്. ഓക്കെ, മെറ്റലോക്രോമിക് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മ്യൂറോക്സൈഡ്, എരിക്രോം ബ്ലാക്ക് ടീ അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരു ആസിഡ് ബേസ് ടൈട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആവരുത്. സോ കറക്റ്റ് ഓപ്ഷൻസ് ആർ 1 and 2. So next question, the reactions of lithium, sodium, potassium with excess oxygen results in the formation of XYZ as the major products. The correct options are, സോ ചോദ്യത്തിൽ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം ആണ്. ലിഥിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സസ് ഓക്സിജൻ വെച്ച് കഴിഞ്ഞാൽ വിച്ച് വിൽ ഫോം ലിഥിയം ഓക്സൈഡ്. ഓക്കെ, സോഡിയത്തിന്റെ കൂടെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ഫോം സോഡിയം പെറോക്സൈഡ്. പൊട്ടാഷ്യത്തിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യം സൂപ്പർ ഓക്സൈഡ്. സോ ഓപ്ഷൻ 1 ശരിയാണ്. ഓക്കെ, ഇനി ഒരാള് ഓക്സൈഡ് ആണ്. ഓക്സൈഡ് എങ്ങനെയുള്ള ആളാ നമുക്കറിയാം, ഏത് ഓക്സൈഡുകളും ഡയാമാഗ്നറ്റിക് ആണ് അല്ലെ. അപ്പോ ദെൻ പെറോക്സൈഡും ഡയാമാഗ്നറ്റിക് ആണ്, സൂപ്പർ ഓക്സൈഡ് പാരാമാഗ്നറ്റിക് ആണ്. അവിടെ കാരണം O2 മൈനസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ 2 മൈനസ് ഉള്ളതെല്ലാം ഡയാമാഗ്നറ്റിക് ആണ്, സിംഗിൾ മൈനസ് ഉള്ളത് പാരാമാഗ്നറ്റിക് ആണ്. സോ XY ആർ ഡയാമാഗ്നറ്റിക്, Z ഇസ് പാരാമാഗ്നറ്റിക്. ആ ഓപ്ഷനും ശരിയാണ്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആയതുകൊണ്ട് തേർഡ് ഓപ്ഷൻ നമ്മൾ ഒമിറ്റ് ചെയ്യുന്നു. അക്വസ് സൊല്യൂഷൻ ഓഫ് XYZ ആർ ബേസിക് ഇൻ നേച്ചർ. ഏത് ഈ ആൽക്കലി മെറ്റൽസിന്റെ ഏത് ഓക്സൈഡുകളും നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി റിസൾട്ടിങ് ദി കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ്സ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോക്സൈഡ്സ് കിട്ടുമെന്ന് പറഞ്ഞത് ശരിയാണ്. സോ കറക്റ്റ് ഓപ്ഷൻസ് ആർ 1, 2 and 4. യാ, ഇനി നമുക്ക് വരുന്നത് നമ്മളുടെ ലാസ്റ്റ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ആൻസർ ഗിവൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ നമ്പർ ഓഫ് POP ബോൺസ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് സ്ട്രക്ചർ ഓഫ് P4O8. സോ ഇതാണ് നിങ്ങളുടെ സ്ട്രക്ചർ. ഇത് നമുക്ക് സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ആൻഡ് ദി ആൻസർ വിൽ ബി നമ്പർ 6. 6 നമ്പർ ഓഫ് POP ബോണ്ടുകളാണ് അവിടെ കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, okay, the next question, the number of iron atoms in Fe3O4 with oxidation state of 3 along with coordination number of 6. അപ്പോൾ നമ്മളുടെ കോർഡിനേഷൻസിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള നോർമൽ സ്പൈനൽസ് ആൻഡ് ഇൻവേഴ്സ് സ്പൈനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഇല്ലേ. അപ്പൊ ആ ഒരു സിസ്റ്റമാണ് ഇവിടെ. അതായത് 2 അയേൺ ഉള്ളത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും, ഒരു അയേൺ ഉള്ളത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമാണ് സാധാരണ നിൽക്കുക. ഓക്കെ, അപ്പൊ എത്ര അയേൺ ആണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ ആൻസർ ഇസ് നമ്പർ 1. ഓക്കെ, ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ from the inorganic part is the number of unpaired electrons of chromium in this particular complex. ഓക്കെ, ഇതിൽ ക്രോമിയം 24 ആണ് അതിന്റെ ആറ്റമിക് നമ്പർ. ഈ ഒരു കോംപ്ലക്സിൽ ക്രോമിയം 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ 4s2 3d4 ആണ് വരുന്നത്. നമ്മളതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ 1 2 3 4, ഇവിടെ 2 ഇലക്ട്രോൺ. സോ 1 2 3 4 ഇങ്ങനെയാണ് വരുന്നത്. ബെൻസീൻ ആസ് വെൽ as കാർബണിൽ ഗ്രൂപ്പ്, ഇവരെല്ലാവരും തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. സോ എന്താ സംഭവിക്കുക, ഇയാള് ഇവിടെ പെയർ ചെയ്യപ്പെടും, ഇയാൾ ഇവിടെ പെയർ ചെയ്യപ്പെടും. ഓക്കെ, ദെൻ ഇവർ 2 പേര്, അപ്പോൾ ഇത് രണ്ടും വാക്കന്റ് ആയി അല്ലെ. ഇത് റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാ കിട്ടുക, 1 2 3 4, ഇത് പെയറായി, ഇത് പെയറായി. ഈ എസിലുള്ള ആളുകൾ ഇവിടെ പെയറിംഗ് നടത്തും. ഓക്കെ, they will be coming and pairing here. Then the available orbitals are D2sp3. ഓക്കെ, ഇപ്പൊ D2sp3 ആണ് ഇവരുടെ ഹൈബ്രിഡൈസേഷൻ. അവിടെ ഏതെങ്കിലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. സോ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ്. കാരണം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലിഗാൻസും ദേ ആർ വെരി സ്ട്രോങ് ലിഗാൻസ്.
ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്രോമിയം ബെൻസീൻ റിംഗിന്റെ 6 അതിന്റെ ഡെൻഡേറ്റ് 6 ആണ്, ദെൻ 3 അതർ കാർബണിൽ ഗ്രൂപ്പ്. ഇപ്പൊ ഇതാണ് അതിന്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഓക്കെ, sp3 ഹൈബ്രിഡൈസ്ഡ് ആണെന്നുണ്ടെങ്കിലും ഇതൊരു പിയോൺ ലൈക്ക് സ്ട്രക്ചർ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഫൈൻ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇനോർഗാനിക് പാർട്ട് നിന്ന് ഇത്തവണത്തെ 2026 IIT ജാമിന് ചോദിച്ചിട്ടുള്ളത്. ദേ ആർ കൈൻഡ് ഓഫ് പ്രിറ്റി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. Hope you may get the answers soon and you will be getting results quickly. Wish you all the very best for your succeeding period of time for getting any admissions in particular IITs or NITs and all. So wish you all the very best for all the listeners. Thank you.